ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഗംഗാനദിയുടെ തീരത്ത്, വാരണാസിയിലെ ഗംഗാനദിയുടെ തീരത്താണ്. ഇവിടെ നമ്മുടെ വാരണാസിയിലെ ഈ ഘാട്ടുകളൊക്കെ കാണാനായിട്ടുള്ള ഒരു ബോട്ട് യാത്രയാണിത്. അപ്പോൾ ഇവിടെ നമോ ഘാട്ടിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. നമോ ഘാട്ടിൽ നിന്നാണ് നമുക്ക് ഈ വാരണാസിയിലെ ഘാട്ടുകളൊക്കെ കാണാനായിട്ട് ഒരു ബോട്ട് യാത്രയ്ക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലം. അതായത് നമുക്ക് ബോട്ടൊക്കെ കിട്ടാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടുന്ന് നമോ ഘാട്ടിൽ നിന്നും നമ്മുടെ ബോട്ട് പുറപ്പെടുകയാണ്. ഇപ്പോൾ ഈ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നതാണ് ഗംഗാനദിയുടെ കുറുകെയുള്ള പാലം, വാരണാസിയിലെ ഗംഗാനദിക്ക് കുറുകെയുള്ള പാലം. അപ്പോൾ ഈ പാലത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. രണ്ട് ഡക്കായിട്ടുള്ള ഇത് കണ്ടോ, ഇതേ ഇപ്പം നമുക്ക് കാണാം ഇതിലൂടെ താഴത്തെ ഡക്കിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത്. അപ്പോൾ അതേ സമയം തന്നെ മുകളിലുള്ള ഡക്കിലൂടെ വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഡബിൾ ഡക്കറാണ് ഈ പാലം. ബ്രിട്ടീഷുകാരുടെ സമയത്ത് പണിതാണ്. ഏകദേശം 137 വർഷം പഴക്കമുള്ള പാലമാണിത്. മൊത്തം കേഡർ കൊണ്ട്, കമ്പി കൊണ്ട്, അതായത് ഉരുക്കുകൊണ്ടുള്ള പാലമാണിത്. അപ്പം നമ്മുടെ യാത്ര അതേ നോക്കിക്കേ, നമ്മൾ ഈ വാരണാസിയിലെ ഘാട്ടുകളൊക്കെ കാണാനായിട്ട് നമുക്ക്, അതായത് നടന്നു പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 84 ഘാട്ടുകളാണ് ഈ വാരണാസിയുടെ തീരത്തുള്ളത്. അപ്പോൾ ഈ നോക്കി എന്ത് ഭംഗിയുള്ള, എന്ത് രസമുള്ള കാഴ്ചയാണ്, നമുക്കത് പറയാൻ പറ്റത്തില്ല. അപ്പം അത്രയും ഇതായിട്ട് ഉള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ നദിയിലൂടെയുള്ള ഈ യാത്ര. അപ്പം ഞാൻ ഈ പോകുന്നത് ഒരു ഷെയർ ബോട്ടാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് പ്രൈവറ്റായിട്ട്, അതായത് പ്രൈവസി കിട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് മാത്രമൊക്കെ പോകേണ്ടവർക്ക് അങ്ങനെയും ചെറിയ ബോട്ടുകൾ, ഇത്തരം ബോട്ടുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് ഏകദേശം 2000 രൂപയോളം ചാർജ് ഉണ്ട്. ഇനി ഇത് കണ്ടോ, ഇതൊക്കെ ഡബിൾ ഡക്കർ ബോട്ടുകളാണ്. അപ്പോൾ താഴെയും മുകളിലും ആളുകൾക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പാകത്തിനുള്ളത്. അപ്പോൾ അങ്ങനെ ചെറുതും വലിയ ബോട്ടുകൾ, ചെറുത്, തീരെ ചെറിയ വള്ളങ്ങൾ പോലെയുള്ളത്, അങ്ങനെ ഏത് തരത്തിലുള്ള ബോട്ടുകൾ വേണമെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ സാധാരണ ഒറ്റയ്ക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഏറ്റവും എളുപ്പം ഇതുപോലുള്ള ഷെയർ ബോട്ടുകളായിരിക്കും. അപ്പോൾ ഷെയർ ബോട്ടിനാണെങ്കിൽ 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മളെ ഈ ഘാട്ടുകളൊക്കെ കൊണ്ട് കാണിച്ച് തിരിച്ച് ഈ നമോ ഘാട്ടിൽ തന്നെ കൊണ്ടുവിടും. അപ്പോൾ ഇത് കണ്ട് നമ്മളിപ്പോൾ ഈ നദിയുടെ തീരത്തോടെയുള്ള ഈ യാത്ര, ഈ കിടക്കുന്ന ബോട്ടുകളെല്ലാം അങ്ങനെ പോകാനായിട്ട് റെഡി ആയിട്ടുള്ളത്. അതായത് ആളുകൾക്ക് സഞ്ചരിക്കാനായിട്ട്, സഞ്ചാരികളെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ബോട്ടുകളാണ് ഈ കിടക്കുന്നതൊക്കെ. ഇപ്പോൾ ചിലതൊക്കെ അതിൻ്റെ സൈഡിൽ അറ്റകുറ്റപ്പണികൾക്കായിട്ട് മാറ്റിയിട്ട് വിട്ടിരിക്കുന്നതുണ്ട്. ഇപ്പോൾ പോകാനായിട്ട് ഓരോരുത്തരും തയ്യാറായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്നതാണ് ഇതെല്ലാം. അപ്പം നമ്മൾ ഈ കാണുന്ന തീരം, ഇതിപ്പോൾ നമ്മൾ ഓരോ ഘാട്ടുകളും പിന്നിട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തീരത്ത് നമ്മൾ കാണുന്ന ബിൽഡിങ്ങുകളുണ്ടോ, ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇതിനകത്ത് പുതിയതായിട്ട് പണിതുകൊണ്ട് ഒത്തിരി പഴയതുമുണ്ട്. ഒത്തിരി പഴയതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 100ഉം 150ഉം അതിൽ കൂടുതലും ഒക്കെ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളും ഈ കൂട്ടത്തിലുണ്ട്. അതായത് പഴയ രാജഭരണകാലത്ത് പണിതതും. ഈ നദിയുടെ തീരത്ത് തന്നെ കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ഈ കാശിരാജാവിൻ്റെ കൊട്ടാരമൊക്കെ. അപ്പോൾ അവിടെ വരെ നമ്മൾ പോകുന്നില്ല. അതിന് മുമ്പുള്ള ആസിഘട്ട് ആണ് ശരിക്കും ലാസ്റ്റ് ഈ ബോട്ടുകൾ പോകുന്ന പോയിന്റ്. അവിടെ വരെ പോയിട്ട് തിരിച്ചു പോകും. നമ്മളിപ്പോൾ പോകുന്നത് അതുപോലെ തന്നെ ദശാശ്വമേധ ഘട്ട് വരെയാണ് പോകുന്നത്. അപ്പോൾ ഈ തീരത്ത് കാണുന്ന ഇത് കണ്ടോ, ഈ തീരത്തെല്ലാം പടിക്കെട്ടുകൾ ഉണ്ടാക്കി ആളുകൾക്ക് സഞ്ചരിക്കാനൊക്കെ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇതുവഴി ഇങ്ങനെ നടന്നു പോകാം. അങ്ങ് വരെയും അത്രയും നടക്കാനുള്ള സൗകര്യത്തിന് മൊത്തം ഇങ്ങനെ പടി കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് നടന്നു പോകാമെന്ന് പറയുമ്പോൾ നല്ലൊരു ദൂരമുണ്ട്. അപ്പോൾ ശരിക്കും ആളുകൾ നടന്നു പോകുന്നവരുണ്ട് കേട്ടോ, ഒത്തിരി പേരിങ്ങനെ നടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് കേട്ട് നമുക്ക് പതിയെ നടന്നു പോകാം. ബോട്ടിലാണെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ദൂരെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ, അടുത്തിറങ്ങിയൊന്നും കാണാൻ പറ്റത്തില്ല. ഇവർ വേറെ സ്ഥലങ്ങളിലൊന്നും ഇറക്കത്തില്ല, ഡയറക്റ്റ് പോയിട്ട് തിരിച്ചു വരത്തുള്ളൂ. ഈ കാണുന്നത് ഇപ്പം അതുകൊണ്ടോ, ഇപ്പം ഈ സ്റ്റെപ്പ് കെട്ടിയിരിക്കുന്നത് ഇത് കണ്ടോ, ഇവിടെ എല്ലാം കഴുകുന്നതാണ് ഈ വെള്ളം കൊണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മഴ, അതായത് ഈ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഈ സ്റ്റെപ്പുകളൊക്കെ മൂടി കിടക്കുമായിരുന്നു വെള്ളത്തിൽ. അപ്പം അങ്ങനെ അതുകൊണ്ട് മൊത്തം ചെളി കയറി നിറഞ്ഞു കിടക്കുവാണിത്. അപ്പോൾ ആ ചെളി കയറി കിടക്കുന്നതെല്ലാം മോട്ടർ വെച്ച് വെള്ളം അടിച്ച് ഇതെല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം അപ്പോൾ മൊത്തം ചെളിയായിരുന്നു. ഇത് വേണം നമുക്ക് കാണാം ചെളി കയറി അടിഞ്ഞേക്കുന്നതൊക്കെ.
അപ്പോൾ അതെല്ലാം ഒരു കഴുകി വൃത്തിയാക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നേരത്തെ എന്ന് പറയുമ്പോൾ ഈ ഗംഗാനദി വളരെ ഒത്തിരിയും മലിനമായിരുന്നെന്നും അതുപോലെ തന്നെ ഈ തീരത്തെല്ലാം അഴുക്ക് പിടിച്ച് വേസ്റ്റുകളും എല്ലാം ആയിട്ട് നമുക്ക് നടന്നു പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്കും വൃത്തികേടായിട്ടാണ് കടന്നുകൊണ്ടിരുന്നത്. ഇപ്പം അതിൽ നിന്നെല്ലാം മാറ്റം വന്നു. ഇപ്പം ഒരു നമുക്കറിയാം ഈ 2014 ഈ ഗംഗയുടെ ശുദ്ധീകരണത്തോട് സംബന്ധിച്ച് നമാമി ഗംഗ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇവർ തയ്യാറാക്കി. ഏകദേശം 20,000 കോടി രൂപയുടെ പ്രോജക്റ്റ് എന്നാണ് ഈ ഗംഗാനദി വൃത്തിയാക്കാനും ഈ മാലിന്യ മുക്തമാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ ഗംഗയുടെ തീരത്തെല്ലാം ഇതുപോലെ സ്റ്റെപ്പുകളൊക്കെ കെട്ടി ഇത്രയും ഭംഗിയാക്കി ആളുകൾക്ക് ഇരിക്കാനും അതുപോലെ ഇറങ്ങി കുളിക്കാനും അപകടം കൂടാതെ ഇറങ്ങാനും ഒക്കെ ആയിട്ട് എല്ലാം മുഴുവനും ഈ തീരം മുഴുവൻ ഇങ്ങനെ കിലോമീറ്ററുകളോളം ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. ഇപ്പം സ്റ്റെപ്പെല്ലാം കെട്ടി നല്ല വൃത്തിയാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം അതെല്ലാം ഈ ഗംഗാനദിയുടെ ശുചീകരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് മാലിന്യ നിർമ്മാർജ്ജനവും ഒക്കെ ആയിട്ടുള്ള പ്രോജക്റ്റാണ്. ഇപ്പം നമ്മളിത് കണ്ടു ദൂരെ നമുക്ക് കാണാം ഗായ് ഘാട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ഓരോ ഘാട്ടുകളുടെയും പേരാണിത്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് 84 ഘാട്ടുകളാണ് ഈ നദിയുടെ തീരത്ത് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിൽ ഓരോ ഘാട്ടുകളുമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ട് ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇതൊക്കെ ആളുകൾക്ക് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനും ഒക്കെയുള്ള ഹോട്ടലുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളായിട്ടും ഒക്കെ. അത് കൂടാതെ തന്നെ വലിയ കെട്ടിടങ്ങളുണ്ട്, അതിൽ ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട്, കടകളുണ്ട്. ഇതെല്ലാം ഇതിനോട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ കാണുന്ന തീരത്തിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടങ്ങളുടെ അങ്ങേ വശം എന്ന് പറയുന്നത് മാർക്കറ്റാണ്. ഇത് കണ്ടോ, ഇതെല്ലാം പഴയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് പണിത ഹോട്ടലുകളുടെയും ബിൽഡിങ്ങുകളും അങ്ങനെയൊക്കെയുള്ള കെട്ടിടങ്ങളും ഉണ്ട് ഇതിനോട് ചേർന്ന്. അപ്പം നമ്മുടെ ബോട്ട് ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ച് ഓരോരോ ഘാട്ടുകൾ നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടോ, ഇപ്പം ഈ കാണുന്ന ഈ സ്റ്റെപ്പ് ഇതുവഴി നമുക്ക് കയറിയാൽ ഈ മാർക്കറ്റിലേക്കാണ് ചെന്നിറങ്ങുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ആളുകൾ നേർച്ചയായിട്ടിങ്ങനെ അത് ഒരു മുള ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. ഈ മുളയിൽ കുത്തി വെച്ചിരിക്കുന്നതിന് ഇതിന് മുകളിൽ കണ്ടോ തൂക്കിയിട്ടിരിക്കുന്നത് വിളക്കുകൾ പോലെ എന്ന് പറയുമ്പോൾ ഒരു കൂടയാണത്, മുള കൊണ്ട് തന്നെ ഉണ്ടാക്കിയ കൂട. ആ കൂടയ്ക്കകത്തൊരു ദിയ കത്തിച്ച് വെച്ച് ട്ട് നമുക്ക് അത് ഓരോരുത്തരും നേർച്ചയായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരു ചെറിയ എമൗണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 60 രൂപയാണ് ഒരു ദിയ കത്തിക്കുന്നതിന്. അപ്പോൾ നമ്മൾ 60 രൂപ കൊടുത്താൽ നമുക്ക് വേണ്ടിയിട്ട് അവർ ഒരു ദിയയും ഒരു കൂടയും തരും. ആ കൂടയിൽ ദിയ കത്തിച്ച് വെച്ച് നമുക്ക് ഈ മുളന്തണ്ടിൽ തൂക്കി വെക്കാം. അപ്പോൾ അത് ചിലരൊക്കെ എന്തെങ്കിലും പ്രത്യേകം നേർച്ചയായിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. പണ്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് കൂടുതലായിട്ടും ഒരു ഫേമസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്ന സഞ്ചാരികളൊക്കെ അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥന അവരുടെ എന്തെങ്കിലും നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് നിവർത്തിക്കാനുള്ളതെന്ന പോലെ ഒരു ഇതായിട്ട് ഇങ്ങനെ ദിയ കത്തിക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഒരുപാട് ഈ മുളകൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ മുളയിൽ കൊത്തി ഇപ്പം നമ്മൾ കൊടി ഉയർത്തുന്നത് പോലെ എന്നിട്ട് ഈ വിളക്ക് അതിനെ മേളിൽ ഉയർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെ ഈ മുളയിൽ കുത്തി ഈ വിളക്കുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ എല്ലാം അങ്ങനെ മുളങ്കാലുകളിൽ വിളക്കുകൾ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ആളുകൾ ഇരിക്കുന്നു, ചിലരിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ചിലർ ഇറങ്ങി കുളിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ ഇതെല്ലാം ഇങ്ങനെ ഒരു പ്രോസസ്സ് പോലെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഈ വരുന്നത് കണ്ടോ, ആളുകൾ കുളിക്കുന്നത് എന്നുവെച്ചാൽ ഈ ഗംഗയിൽ ഇറങ്ങി കുളിക്കുന്നവരുണ്ട്, ഇറങ്ങി മുങ്ങാനായിട്ട് വെളിയിൽ നിന്നും ഒക്കെ പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ വന്നിറങ്ങി കുളിച്ച് ഈ ഗംഗയിൽ സ്നാനപ്പെട്ട് പോകുന്നവർ. അപ്പോൾ അതിലേറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ സ്നാനപ്പെടാനൊക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്. സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നീ 3 സ്റ്റേറ്റിൽ നിന്നുള്ള ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഗംഗാനദിയുടെ തീരത്തും അതുപോലെ കാശി വിശ്വനാഥ ടെമ്പിളിലും ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകളെ കാണാം. ഇങ്ങനെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്ന് പറയുന്ന ഈ 3 സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ. പിന്നെ അതുപോലെ തന്നെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ സഞ്ചാരികൾ വരുന്നുണ്ട്. കൂടുതൽ ആളുകളും ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ തൊഴാനും അതുപോലെ തന്നെ ഗംഗയിൽ മുങ്ങി
പിന്നെ ഒന്ന് മുങ്ങി അവരുടെ പാപമോചനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊരു പുണ്യമായിട്ട് ഗംഗാനദിയിലൊന്ന് മുങ്ങി. അപ്പോൾ ഈ നദി ഇത് കണ്ടോ, ഈ കാണുന്നതല്ലേ ഇപ്പം നമുക്കറിയാം പൂജയുടെ പൂക്കൾ എന്ന് വേണ്ട ഇതെല്ലാം ഈ ഗംഗാ നദിയിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. ഇതാണ് സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങി മുങ്ങുന്ന സ്ഥലം. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടിരിക്കുന്നതാണ്. ഈ പടിക്കെട്ടിലിരിക്കുന്ന ആളുകൾ മുഴുവനും ഇതുപോലെ ഗംഗയിൽ മുങ്ങാനായിട്ട് വന്നിട്ടുള്ളവരാണ്. ഇത് കണ്ടോ, ഒരു സ്ഥലത്ത് ആളുകൾ ഇറങ്ങി മുങ്ങുന്നു. അപ്പോൾ കുറച്ച് പേര് മുങ്ങി നിവർന്ന് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തും. അപ്പോൾ അതിനോടൊപ്പം കണ്ടില്ലേ കന്നുകാലികളും നായ്ക്കളും അങ്ങനെ എല്ലാം. ഇത് എല്ലാവരും ഇങ്ങനെ ആരും ആരെയും ശല്യം ചെയ്യുന്നില്ല. എല്ലാവരും അവരവരുടെ ക്രിയകൾ നടത്തുന്നു, അവരവരുടെ ഇത് നടത്തുന്നു, തൊഴുന്നു, പൂജയ്ക്കോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിനോ വന്നവർ അവരുടെ കാര്യങ്ങൾ നടത്തുന്നു, പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം എല്ലാം അതിനോടൊപ്പം ഒരു ഇതുപോലെ അങ്ങ് നടക്കുന്നു. ഇനി ഒരു പ്രത്യേക കാഴ്ച നിങ്ങളെ കാണിക്കാം. ഇതുകൊണ്ട് ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം ഏകദേശം 600 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് കാശി കറുവട്ടം എന്നാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ലീനിങ് ആയിട്ടുള്ള, അതായത് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടെമ്പിളാണിത്. അപ്പോൾ ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ടെമ്പിൾ എന്ന് പറയുമ്പം ഇത് കണ്ടോ, ഇതിൻ്റെ പിസാ ഗോപുരത്തെക്കാളും ചെരിയുന്ന ഒരു ടെമ്പിളാണിത്. പക്ഷേ ഇതുവരെ അതങ്ങനെ വീഴാതെ ഇപ്പോഴും നിൽക്കുന്നു. കാശി കറുവട്ടം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. അപ്പോൾ ഈ കാശി കറുവട്ട ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞുണ്ട്. ഇനി നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് മണികർണിക ഘാട്ടിനോടാണ്. അപ്പോൾ ഈ വാരണാസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ശരിക്കും ഈ മണികർണിക ഘാട്ട്. ഈ കാണുന്നതാണ് താരകേശ്വര ക്ഷേത്രം. അപ്പോൾ താരകേശ്വര ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷമാണ് ഇവിടെ ഇതുണ്ടോ, അതൊരു വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. കാരണം ഈ താരകേശ്വരനോട് പ്രാർത്ഥിച്ചാലാണ്, അല്ലെങ്കിൽ താരകേശ്വര മന്ത്രം ശിവഭഗവാൻ ഇവിടെ സംസ്കരിക്കപ്പെടുന്ന ആത്മാക്കളുടെ ചെവിയിൽ ഓതുന്നത് കൊണ്ടാണ് നേരിട്ട് ഇവിടെ ദഹിപ്പിച്ച് ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുന്നതെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇത് കണ്ടോ, ഇവിടെ വരുമ്പോൾ തന്നെ ഈ പിന്നെ മാംസം കത്തിയെരിയുന്നതിൻ്റെയും പുകയുടെയും എല്ലാം ഒരു മണം തന്നെ, ഒരു ഗന്ധമാണ് ഈ അന്തരീക്ഷത്തിന് മുഴുവനും. ഇത് നോക്കിക്കുക, എത്ര ചിതകളാണ് ഒരേ സമയത്ത് കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതാണ് ഈ മണികർണിക ഘാട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ ആളുകളെല്ലാം നിൽക്കുന്നത് ഇപ്പോൾ ശവസംസ്കാരത്തിന് വേണ്ടി വന്നവരുടെ ബന്ധുക്കളാണ് ഈ നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല കേട്ടോ. ഈ മണികർണിക ഘാട്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ കാണുന്നതാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. അതായത് ഈ ഗംഗാനദിയോട് അഭിമുഖപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കവാടമാണിത്. ഇതിനോട് ചേർന്ന് തന്നെ മണികർണിക ഘാട്ട്. ഇത് കണ്ടോ, ഇവിടെ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ടെമ്പിളുകളാണ്. അതുപോലെ തന്നെ ആളുകൾ ഇതിൻ്റെ കെട്ടിടങ്ങളും ഒക്കെ പഴയ വീടുകളും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒത്തിരി പഴയ കെട്ടിടങ്ങളാണ്. ഇത് കണ്ടോ, ഇത് പഴയ നിർമ്മിതികളാണ്. പഴയ നിർമ്മിതികൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള നിർമ്മിതികളാണ്. 100, 150 അതിൽ കൂടുതലും ഒക്കെ വർഷം പഴക്കമുള്ള നിർമ്മിതികളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. പക്ഷേ ഈ കാണുന്ന വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഈ കവാടങ്ങളൊക്കെ പുതിയതായിട്ട് പണിതാണ്. ഇപ്പോൾ ഇത് ഈ മോദിജിയുടെ ഭരണസമയത്ത് പണിതതാണ് ഈ ഭാഗമൊക്കെ. അപ്പോൾ നേരത്തെ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ മൊത്തം മണ്ണിൽ, അതായത് ഈ ഗംഗയുടെ തീരത്തെ മണ്ണും ചെളിയും ഒക്കെ ആയിട്ട് കിടന്ന ഭാഗങ്ങളാണ്. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് പണിത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഭാഗത്തിന് ലളിതാഘട്ടം എന്നാണ് ശരിക്കും പറയുന്നത്. ഈ കാശി വിശ്വനാഥ ടെമ്പിൾ ഇരിക്കുന്ന ഈ ഭാഗം മുതലുള്ള ഈ ഘാട്ടിനെ ലളിതാഘാട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഈ ലളിതാഘാട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ചെല്ലുന്നതാണ് ദശാശ്വമേധ ഘട്ട്. ഇവിടെയാണ് പ്രശസ്തമായ ഗംഗാ ആരത്തി നടക്കുന്നത്. ഇത് കണ്ടോ, ഈ കൊടികൾ പാറുന്നത് കണ്ടോ, അവിടെയാണ് ശരിക്കും ഗംഗാ ആരത്തി നടക്കുന്നത്. അപ്പോൾ ഈ